എൻ്റെ പേര് കെ.വി. രവീന്ദ്രൻ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആലങ്ങാട് ഡിവിഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത കാലത്തായി നമ്മുടെ നാടിനകത്ത്, പ്രത്യേകിച്ച് തീരദേശ മേഖലയ്ക്കകത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റവും അതുമൂലമുണ്ടാകുന്ന വെള്ളക്കയറ്റവും നിരവധി കുടുംബങ്ങളെ, ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുക എന്ന് മാത്രമല്ല, ആ വേലിയേറ്റം നടക്കുന്ന പ്രദേശങ്ങളിലുള്ള കാർഷിക മേഖലയെയും ഇത് സാരമായി ബാധിക്കുന്നു. വൈപ്പിൻ, പറവൂർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്കകത്ത് വ്യാപകമായി നടക്കുന്ന കൃഷിയാണ് പൊക്കാളി. പക്ഷേ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ഈ വേലിയേറ്റത്തിൻ്റെ ഭാഗമായി നശിച്ചു പോകുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിൽ തന്നെ പുത്തമ്പേരിക്കരയും കരിമാലൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഈ വേലിയേറ്റം സാരമായി ബാധിക്കുന്നത് മൂലം നെൽകൃഷിയും അതുപോലെ വാഴക്കൃഷിയെയും നന്നായി ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. കാരണം ഈ വേലിയേറ്റം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത വിധത്തിലുള്ള സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ അതിന് അനുവാദമില്ല. വേലിയേറ്റം നമുക്കുണ്ടാകുന്ന ഇത്തരം കെടുതികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും ഇടപെടാനോ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാനോ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏതായാലും നമ്മുടെ എല്ലാം ഒരഭിപ്രായം, ഈ വേലിയേറ്റത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ അടിയന്തരമായ ശ്രദ്ധ ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം. അത് അടിയന്തരമായി അതിന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാർഷിക നഷ്ടത്തിന് ഇന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭ്യമല്ല. ഇപ്പോൾ പൊക്കാളി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റ് പ്രകൃതി ദുരന്തത്താൽ ഉണ്ടാകുന്നതിനെ സഹായിക്കാൻ ഇവിടെ നിയമമുണ്ട്. പക്ഷേ വേലിയേറ്റം മൂലമുണ്ടാകുന്ന ആ നാശനഷ്ടത്തിന് സഹായിക്കാൻ നിയമമില്ല. അപ്പം അതുകൂടി നിയമത്തിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാർഷിക മേഖലയിലായിരുന്നാലും അതുപോലെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിനും ആവശ്യമായ സഹായം കൊടുക്കാൻ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും അതെല്ലാമായി ബന്ധപ്പെട്ട് നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നം, നമ്മുടെ ഈ പറയുന്ന പെരിയാർ, ചാലക്കുടി ആറ് ഉൾപ്പെടെയുള്ള പുഴകളിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ഒട്ടനവധി എക്കലും മണലും അതുപോലുള്ള പാറക്കല്ലുകളും കെട്ടിക്കിടക്കുക. പ്രളയത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഈ പ്രവണത പലപ്പോഴും വെള്ളത്തിന് യഥാസമയം നിർഗമനം നടത്തുന്നതിന് കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കളക്ടറുടെ എല്ലാം ശ്രദ്ധയിൽ നിരവധി തവണ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന എക്കലും മണലും നീക്കം ചെയ്ത് വേലിയേറ്റം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായിട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആ മണ്ണ് എടുത്ത് അതിൽ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഒന്ന്, ഇടിഞ്ഞു പോയ മണലിന് പകരം സംവിധാനം എന്ന നിലയ്ക്ക് പറമ്പുകൾ അല്ലെങ്കിൽ കാർഷിക കൃഷി സ്ഥലങ്ങളൊക്കെ ഉയർത്തിയെടുക്കാൻ കഴിയും. മറ്റൊന്ന്, വെള്ളം സുഗമമായി ഒഴുകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവും. അങ്ങനെ ഒഴുകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കോട്ടുള്ളി പഞ്ചായത്താണ്. കോട്ടുള്ളി പഞ്ചായത്തിൽ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന കളക്ടർ ചെയർമാനായിട്ടുള്ള ഫിഷ് ബോണ്ടുണ്ട്. ആ ഫിഷ് ബോണ്ട് വലിയ ആഴത്തിലുണ്ടാക്കിയിട്ടുള്ള ഫിഷ് ബോണ്ടുകളാണ്. അത് എല്ലാ വർഷവും ലേലം വിളിച്ച് ചെമ്മീക്കെട്ട് നടത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ചെമ്മീക്കെട്ട് പോലും അതിക്രമിച്ച് അല്ലെങ്കിൽ അധികരിച്ച് വെള്ളം ഒഴുകുന്ന സ്ഥിതി നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അടിഞ്ഞുകൂടിയ എക്കൽ, വരാപ്പുഴ, കടമക്കുടി, അതുപോലെ കോട്ടുപള്ളി, എരിക്കര പഞ്ചായത്തുകളെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എക്കൽ വന്നു കൂടിയിരിക്കുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബന്ധപ്പെട്ട സർക്കാരിനും MLAക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ എക്കൽ ഉൾപ്പെടെ എടുത്തു മാറ്റി വെള്ളത്തിന് സുഖമായി പോകാൻ കഴിഞ്ഞാൽ വേലിയേറ്റവും വേലിയിറക്കവും യഥാസമയം കൃത്യമായി നടക്കും. ഇത് യഥാസമയം വേലിയേറ്റവും വേലിയിറക്കവും നടത്താൻ കഴിയുന്ന വിധത്തിൽ ജലത്തിന് ഒഴുകാൻ കഴിയുന്ന സംവിധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പരിധിവരെ ഈ വേലിയേറ്റം മൂലം തീരദേശ മേഖലയ്ക്കകത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്നതും
കാർഷിക നാശമുണ്ടാക്കുന്നു. അപ്പോൾ ആ നാശത്തിൽ നിന്ന് ജനങ്ങളെയും കർഷകരെയും വീടുകളിലൊക്കെ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിൽ അതീവ ഗുരുതരമായ ഈ പ്രശ്നം ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്രവും സംസ്ഥാനവും, ഇത് രണ്ടിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ ഏജൻസിയും സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയും കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ ഈ സംവിധാനം നടത്താൻ കഴിയൂ. കാരണം ദുരന്ത നിവാരണത്തിൽ വേലിയേറ്റ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരം കണ്ടെത്താൻ നിയമം അനുശാസിക്കാത്ത സാഹചര്യത്തിൽ അതിനാസ്പദമായിട്ടുള്ള നിലപാടെടുത്ത് തീരദേശ മേഖലയിലെ മനുഷ്യരെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ പൊക്കാളി കർഷകർ, മറ്റ് വാഴ കർഷകർ ഉൾപ്പെടെയുള്ള മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നൊരു നിലപാട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന് വേണ്ട ശ്രമങ്ങൾ കൂട്ടായി നടത്താനും അതിനാസ്പദമായിട്ടുള്ള ബൃഹത്തായൊരു ചർച്ചയും സംവിധാനവും നമ്മുടെ നാടിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.